നമസ്കാരം. പുതിയ ഇൻകം ടാക്സ് റൂൾസ് 2026 റൂൾ 159 ഏതെല്ലാം ട്രാൻസാക്ഷൻസിലാണ് പാൻ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി പരാമർശിക്കുന്നത്. ഇപ്പൊ പഴയ ഇൻകം ടാക്സ് റൂൾസ് 1962 ഉണ്ടാവുന്നതായ ഏകദേശം എല്ലാ ലിമിറ്റുകളും പുതിയ റൂൾ 159 ഉണ്ട് എന്നുണ്ടെങ്കിലും 4 സുപ്രധാനമായിട്ടുണ്ടാവുന്നതായ മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുന്നതായ ഒരു മാറ്റം, ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് പഴയ പ്രൊവിഷൻസിൽ പെർ ഡേ 50,000 രൂപയായിരുന്നു ലിമിറ്റ് എന്നുണ്ടെങ്കിൽ പുതിയ റൂൾ പ്രകാരം അത് 10 ലക്ഷം രൂപ പെർ ഇയർ ആക്കി മാറ്റിയിട്ടുണ്ട്. 50,000 നിന്നും 10 ലക്ഷമാക്കിയിട്ട് ഉയർത്തുകയല്ലേ ചെയ്തത് എന്നുള്ളതാണ് ഒരു സംശയം എന്നുണ്ടെങ്കിൽ 50,000 പെർ ഡേ ആണ് ലിമിറ്റ് ഉണ്ടായിരുന്നത്. അത് 10 ലക്ഷം പെർ ഇയർ ആക്കി മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ 365 ദിവസവും 50,000 രൂപയിൽ താഴെ ഇടാമെന്നായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20 ദിവസം 50,000 ഇടുമ്പോൾ തന്നെ അത് 10 ലക്ഷം രൂപയായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ 1/4/2026 മുതൽ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പാൻ നിർബന്ധമായും ഡിക്ലെയർ ചെയ്യേണ്ടത് ആകുന്നു. അതുപോലെ ഉണ്ടാവുന്ന മറ്റൊരു ട്രാൻസാക്ഷണൽ മാറ്റം, ഈ പറയുന്ന രീതിയിൽ ഉണ്ടാവുന്ന മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. നേരത്തെ 2 വീലേഴ്സ് വാങ്ങുമ്പോൾ പാൻ കോട്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്ന കണ്ടീഷനിൽ നിന്ന് ഇപ്പോൾ ഏത് മോട്ടോർ വെഹിക്കിൾ വാങ്ങാന്നുണ്ടെങ്കിലും 5 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ കൺസിഡറേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പാൻ കോട്ട് ചെയ്യണം എന്നുള്ള കണ്ടീഷനിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വാങ്ങുന്നത് 2 വീലർ ആണെങ്കിലും 4 വീലർ ആണെങ്കിലും 5 ലക്ഷം രൂപയേക്കാൾ കൂടുതലാണ് ആ പറയുന്ന വാഹനത്തിന്റെ വില എന്നുണ്ടെങ്കിൽ നിർബന്ധമായും പാൻ കോട്ട് ചെയ്യേണ്ടതാണ്. പുതിയ നിയമത്തില് ട്രാക്ടറുകൾക്ക് മാത്രമേ ഒരു എക്സംഷൻ കൊടുത്തിട്ടുള്ളൂ. എന്നതുപോലെ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ്, നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പഴയ റൂൾ പ്രകാരം 10 ലക്ഷം രൂപയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ ഉണ്ടാകുന്നതായ പാൻ കൊടുക്കേണ്ടത് എന്നുള്ളതെന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം ലിമിറ്റ് എന്നുള്ളത് പുതിയ ആക്ടില് അല്ലെങ്കിൽ പുതിയ റൂളില് 20 ലക്ഷം രൂപയാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്സിൽ 50,000 രൂപയേക്കാൾ കൂടുതലാണ് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്നതായ ട്രാൻസാക്ഷനിൽ പാൻ കൊടുക്കണം എന്നുള്ള ലിമിറ്റ് 1 ലക്ഷം രൂപയായിട്ട് വേണ്ടി ചെയ്തിട്ടുണ്ട്, വരുത്തിയിട്ടുണ്ട്. താങ്ക് യു.